ഒരു മനുഷ്യൻ ഇന്ന് നേരം വെളുക്കുന്നത് എങ്ങനെയാണ്? ഒരു വിശ്വാസിയായി നേരം വെളുത്താൽ വൈകുന്നേരം കാഫിറാകുമെന്ന് പറയുന്ന ഒരു കാലത്തേക്ക് ഈ ഉമ്മത്ത് നയിക്കപ്പെടുമെന്ന് പ്രവാചകൻ 14 നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഇന്ന് വർത്തമാനകാലത്ത് പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്നവരല്ല നാളെ നമ്മൾ ദർശിക്കുന്നവർ. എല്ലാവരും പല രൂപത്തിലേക്കും ചിന്തയിലേക്കും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും തോന്നിയതുപോലെ ലിബറൽ ചിന്തകളുമായി മുന്നോട്ട് പോകുമ്പോ അച്ചടക്കത്തോടുകൂടെ, അതവോടുകൂടെ, സ്നേഹത്തോടുകൂടെ, കാരുണ്യത്തോടുകൂടെ ഒരുപറ്റം ജനങ്ങൾ ഇവിടെ വസിക്കുന്നത് പടച്ചവന് പൊരുത്തമുള്ള കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോ നമ്മളെ സഹായിക്കുന്നതിൽ ഒരു സംശയവും വേണ്ട. ഇതൊന്നും ഒരു സംശയവും വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാനാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയാവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മളുടെ കർമ്മം കൊണ്ട് തെളിയിക്കണം. മഹാനായിരിക്കുന്ന സയ്യിദുനാ ഹാരിഥ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ദിവസം മുത്തുനബിയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. മുത്തുനബിയെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, കൈഫ അസ്ബഹ്ത യാ ഹാരിഥ, ഓ ഹാരിഥ, ഇന്നത്തെ പ്രഭാതം എങ്ങനെയാണ് ഹാരിഥ? എന്താണ് വിശേഷം ഹാരിഥ? സയ്യിദുനാ ഹാരിഥ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ബഹ്തു മുഅ്മിനൻ ഹത്താ യാ റസൂലല്ലാഹ്, ഞാനൊരു യഥാർത്ഥ വിശ്വാസിയായിട്ടാണ് നബിയേ ഇന്ന് ഞാൻ നേരം വെളുത്തത്. എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഞാൻ ഇന്നൊരു യഥാർത്ഥ വിശ്വാസിയാണ് യാ റസൂലല്ലാഹ്. ഈ സമയത്ത് റസൂലുള്ളാഹിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഹാരിഥ ഉൻദുർ മാ തഖൂൽ, നീ വളരെ ചിന്തിച്ചിട്ടുകൊണ്ട് തന്നെ പറയണേ ഹാരിഥ, വളരെ കൃത്യമായിട്ടേ പറയാവൂ, ആലോചിച്ചിട്ടേ പറയാവൂ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്.